ശ്രീ മേജർ രവി, നമുക്ക് ആഘോഷിക്കണ്ടേ ഭാരതത്തിൻ്റെ ഈ മഹത്തായ വിജയം അല്ലേ? ഭാരതത്തിൻ്റെ കരുത്ത് അത് ലോകത്തെ അറിയിക്കാൻ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ സാധിച്ചു. ഒരു സംശയമില്ല. ഇന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു യുദ്ധം ആരും ജയിക്കാറില്ല. കാരണം രണ്ട് സൈഡിലും നാശനഷ്ടങ്ങളുണ്ടാവും, ധനനഷ്ടം, അതുപോലെ തന്നെ ആളപകടം, ആളപായം, ഇതെല്ലാം. പക്ഷെ ഈ ഒരു യുദ്ധസമാനമായിട്ടുള്ള ഒരു എൻകൗണ്ടർ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനിൽ നമുക്ക് ഇന്ത്യക്ക് വലിയ നഷ്ടങ്ങളൊന്നും ഇല്ലാതെ തന്നെ അപ്പുറത്ത് നല്ലപോലെ നാശനഷ്ടങ്ങൾ വിതപ്പിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധം ചെയ്ത് 3 ദിവസത്തിനകത്ത് ഇതിന്റെ തീരുമാനമായത്. എൻ്റെ ഒരു അനുമാനം ഒരു 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം മാക്സിമം എന്നുള്ളതായിരുന്നു. പക്ഷെ അത് 3-ാം ദിവസം തന്നെ എല്ലാ തീരുമാനങ്ങളും ആയി. ഇത് കേൾക്കുന്ന സമയത്തുള്ള സന്തോഷം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ യുഗത്തിൽ ഞാൻ എപ്പോഴും മോദിജിയെ പ്രശംസിക്കുന്ന സമയത്ത് പലപ്പോഴും പാർട്ടി പരമായിട്ടൊക്കെ എന്നെ ആളുകൾ പറയാറുണ്ട്. പക്ഷെ ഒരു വ്യക്തിയുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നാഷണൽ ലെവൽ ലീഡർ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവലിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നു. അപ്പോഴാണ് ഒരു രാജ്യം, ഇപ്പൊ നമ്മളൊരു സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്ററെ പോലെ അല്ല ഒരു പ്രധാനമന്ത്രി. ഈ പ്രധാനമന്ത്രി മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള എങ്ങനെ സൗഹൃദം പുലർത്തുന്നോ അത് കൃത്യമായിട്ട് നമുക്ക് ഇതുപോലുള്ള അവസരങ്ങളിൽ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാം. ഇന്ന് പാകിസ്ഥാൻ പ്രസിഡന്റ് അവരുടെ അസംബ്ലിയിൽ പറഞ്ഞിട്ടുള്ള സ്പീച്ച് ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്: ഇന്ത്യ നമ്മളെക്കാൾ എത്രയോ ശക്തരാണ്, നമ്മൾ എത്രയും പെട്ടെന്ന് ഈ യുദ്ധം നിർത്തണം. അതൊരു AI സൗണ്ട് കിട്ടിയിട്ടുള്ളതല്ല, അത് ഒറിജിനൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സംസാരം. നമുക്ക് പാകിസ്ഥാൻ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഈ യുദ്ധത്തിന് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അവർ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എല്ലാം കൊണ്ടും നമുക്ക് ഒരു രാജ്യത്തിൽ വന്നിട്ട്, നീ എൻ്റെ രാജ്യത്തിൽ വന്നിട്ട് ചൊറിഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിന്നെ ഇനി വിടില്ല. ഇത് വേറൊരു മെസ്സേജും കൂടിയാണ്. ഇനി ഇതുപോലൊരു ടെററിസ്റ്റ് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ യുദ്ധസമാനമായിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും എന്നുള്ളൊരു വാണിംഗ് നമ്പർ 1. നമ്പർ 2, ഏത് സംഘടനയായാലും ശരി, ഈ മണ്ണിൽ ഇനി ടെററിസത്തിന് ഞങ്ങൾ കോംപ്രമൈസ് ഇല്ല. ദൈവമാരെല്ലാം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ വെടിവെച്ച് കൊന്നിരിക്കും എന്നുള്ളൊരു സൂചന കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവരെ ജയിലിലിട്ടിട്ട് വാദിക്കാനും വിസ്തരിക്കാനും നിൽക്കില്ല. അതുപോലെ തന്നെ ഇനി പാകിസ്ഥാൻ സ്പോൺസേർഡ് മിലിറ്റൻസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ അൽഖായ്ദയൊക്കെ ത്രെട്ട് കൊടുത്തിട്ടുണ്ട്. അൽഖായ്ദ ത്രെട്ട് കൊടുക്കുന്നത് പാകിസ്ഥാൻ അവരെ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ മാത്രമാണ് അവർക്ക് തിരിച്ചങ്ങോട്ട് ഓടിപ്പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ ഈ മണ്ണിൽ ചെയ്തുകൊണ്ട് അവർക്ക് ഈ രാജ്യം വിട്ട് പോകാൻ പറ്റുമെന്നുള്ളത് ഇന്നത്തെ അവസ്ഥയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പണ്ട് രാജീവ് ഗാന്ധി വധക്കേസിൽ പോലും ശ്രീലങ്കയിൽ നിന്ന് വന്നിട്ട് LTTക്കാർ ഇവിടെ ചെയ്തിട്ട് അവർക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ ഇന്റലിജൻസും സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം വളരെയധികം അഡ്വാൻസ് ആയി നിൽക്കുകയാണ്. ഇതുപോലൊരു നേതാവ്, നമുക്ക് ഈ ദീർഘവീക്ഷണമുള്ള ഒരു നേതാവും ടീമും വേണം. ഇത് ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് മാത്രം ചെയ്യുന്നതല്ല, അതിനനുസരിച്ചുള്ള ടീം. വിദേശകാര്യമന്ത്രിയാണെങ്കിൽ അതങ്ങനെ, ധനകാര്യമന്ത്രിയാണെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞാൽ നോൺ കറപ്റ്റഡ് ആൻഡ് കമ്മിറ്റഡ് ടുവേഴ്സ് ദ കൺട്രി, രാജ്യസ്നേഹികളായിട്ടുള്ള നേതാക്കന്മാർ വരുന്ന സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യമില്ല. ആ താല്പര്യമില്ലാതെ വരുമ്പോഴാണ് നമുക്ക് രാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നേരെ മറിച്ച് റുബയ്യ സേനി കിഡ്നാപ്പ് ആയ സമയത്ത് ഹോം മിനിസ്റ്ററുടെ മകളായിപ്പോയി വിട്ടുകൊടുക്കാൻ പറഞ്ഞു അവർ ഡിമാൻഡ് ചെയ്യുന്ന മിലിറ്റൻസിന്. ഇന്നത് അതുപോലെ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു മിനിസ്റ്റർ, നമ്മുടെ മന്ത്രിസഭയിൽ മിനിസ്ട്രിയിലുള്ള ഏതെങ്കിലും മിനിസ്റ്ററുടെ മകനെയോ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതുപോലെ പറയാൻ ഉള്ള മന്ത്രിമാരാരും ഉണ്ടാവില്ല. കാരണം അതിന്റെ നേതാവ്, പ്രധാനമന്ത്രി എന്ന് പറയുന്ന വ്യക്തി ഈ രാജ്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കാര്യം വരുന്ന സമയത്ത് അതെല്ലാം ബാക്ക് സീറ്റാണ് എടുക്കുന്നത്. അത് അവിടെ ഇരിക്കുന്ന ഹോം മിനിസ്റ്ററും ഡിഫൻസ് മിനിസ്റ്ററും ഇവരുടെ എല്ലാം കരുത്താണ് ഈ കാണിക്കുന്നത്. കാരണം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാം തീരുമാനം എടുത്തിട്ട് അവസാനം ആരുടെ കയ്യിലാണ് കൊടുത്ത് പട്ടാളത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വെച്ചോ, ഇനി നിങ്ങളുടെ ഇഷ്ടത്തിനാണ്. കാരണം പട്ടാളത്തിനറിയാം ആ ഏരിയയിൽ ഇനി ഞങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം. ആ സമയത്ത് ഞങ്ങളില്ല, നിങ്ങൾ ഓരോരോ മിനിറ്റിൽ ഞങ്ങളുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടൈം വേസ്റ്റ് ആണ്. അവർക്ക് ഡിസിഷൻ എടുക്കാനുള്ള സമയം കൊടുക്കാതെ, കൺഫ്യൂസ് ചെയ്യിപ്പിക്കാതെ കൃത്യമായിട്ട് പട്ടാളം എങ്ങനെയെല്ലാം സ്ട്രാറ്റജിക്കൽ പ്ലാൻ ചെയ്യണോ അതെല്ലാം ചെയ്തു. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട്. ഇത്രയും യുദ്ധങ്ങൾ നടന്നിട്ടും ആ ആർട്ടിലറി എയർ ഡിഫൻസ്, അന്ന് ആർട്ടിലറി കൺട്രോളിൽ ഉണ്ടായിരുന്നതാണ് AD റെജിമെന്റ് എന്ന് പറയുന്നത്, എയർ ഡിഫൻസ് റെജിമെന്റ്. ഇന്ന് AD ഒരു കോർ തന്നെ ആയിരിക്കും, കോർ ഓഫ് എയർ ഡിഫൻസ്.
ആ എയർ ഡിഫൻസ് ആണ് ഇന്ന് നിങ്ങൾ കണ്ട ഈ 3-4 ദിവസത്തിന്റെ ഈ ആകാശത്ത് കിടന്നിട്ടുള്ള പടക്കക്കളികൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഈ എയർ ഡിഫൻസ് ആണ് അത് കാണിച്ചിരിക്കുന്നത്. എയർ ഡിഫൻസ് എന്നും എയർപോർട്ടുകളെ പ്രൊട്ടക്ട് ചെയ്യാനും യുദ്ധം വരുന്ന സമയത്ത് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ബോർഡറിൽ ഇരുന്നിട്ട് വല്ലതും വരുന്നുണ്ടെങ്കിൽ വെടിവെച്ച് വീഴ്ത്തുക. അന്ന് നമ്മുടെ കയ്യിൽ എക്യുപ്മെന്റ്സ് കുറവായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ കണ്ടതാണ്, അവിടെ നിന്ന് ഒരു സാധനം പൊങ്ങുമ്പോഴത്തേക്കും എയറിൽ തന്നെ ഇട്ട് അടിച്ച് വീഴ്ത്തുന്ന എയർ ഡിഫൻസിനാണ് നമ്മൾ കണ്ടത്. ഈവൻ S-400 എയിം ചെയ്ത് വെച്ചു, അവരൊന്നും യൂസ് ചെയ്തിട്ടില്ല. എയർ ഡിഫൻസ് അത് മാക്സിമം അങ്ങ് യൂസ് ചെയ്ത് വെറും ആർട്ടിലറി സപ്പോർട്ട് മാത്രം, ആർട്ടിലറി നമ്മൾ ഫയർ പോലും ചെയ്തിട്ടില്ല. അപ്പൊ ഈ എയർ ഡിഫൻസിനെ കൊണ്ട് ഒരു യുദ്ധം എന്താണ് ഇന്ത്യയുടെ എയർ ഡിഫൻസ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ കൂടെ ഒരു അവസരമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടത്. അത് ഇതുവരെ ഇത്രയും കാലമായിട്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അപ്പം ഇവിടെ കാണുന്ന ഈ ഒരു മാറ്റങ്ങൾ, ഇന്ത്യക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് കാണിച്ചു. പിന്നെ ഇവിടുത്തെ വേറെ ഒരു സംഭവം, ഈ ഒരു യുദ്ധത്തിനെ നമ്മൾ ബുദ്ധിയില്ലാതെ അപ്പുറത്തിരിക്കുന്ന ഒരുത്തനുണ്ട്, ഒരു അവിടുത്തെ ആർമി ചീഫ് എന്ന് പറയുന്ന ഈ മനുഷ്യന് അസീം മുനീർ എന്ന് പറയുന്ന പന്നീനെ ഞാൻ വിളിക്കുന്നത്. കാരണം വെച്ചാൽ പട്ടിയെന്നൊന്നും വിളിക്കാൻ പറ്റില്ല, പട്ടിക്ക് നല്ല നന്ദിയുള്ള വർഗ്ഗങ്ങളാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലേ, അത്രയും ദേഷ്യമുണ്ട് അവനടുത്ത്. ബിക്കോസ് ഇവനെപ്പോലൊരു ആർമി നേതാവ്, ആർമി ചീഫ് ഒരു രാജ്യത്തുണ്ടെങ്കിൽ ആ രാജ്യത്തിന് എന്ത് സുരക്ഷയാണുള്ളത്? അവരുടെ ജനങ്ങളെ അവൻ കുരുതിക്ക് കൊടുത്ത് ഇതുപോലെ അവനാണ് ഈ ഡയലോഗ് അവിടുന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അവന്റെ മാസ്റ്റർ മൈൻഡ് ആയിരുന്നു ഹിന്ദു ഏതെന്ന് ചോദിച്ചുകൊണ്ട് നീ വെടിവെച്ച് കൊല്ലണം, കാരണം ഇവിടെ കമ്മ്യൂണൽ വയലൻസ് ഉണ്ട്. അവന്റെ ബ്രെയിൻ അങ്ങനെയാണ് വർക്ക് ചെയ്തത്. എന്നിട്ട് അവൻ പറഞ്ഞു മോദിയോട് പോയി പറയാണ്, യെസ് മോനെ, നീ പറഞ്ഞ പോലെ ഞങ്ങൾ ഹിന്ദുക്കൾ ആരാണെന്ന് വെച്ചാൽ നീ കൊന്നു, പക്ഷെ ഞങ്ങൾ ഹിന്ദുക്കളും മുസ്ലിംസും തമ്മിൽ ഇവിടെ ഒരു പ്രശ്നമില്ല, നീ വിചാരിച്ചത് നടന്നില്ല. പിന്നെ മോദിയോട് പറയാൻ പറഞ്ഞു, അത് നീ പറഞ്ഞതുകൊണ്ട് ഞങ്ങളത് പറഞ്ഞു. അദ്ദേഹമാണ് ഇപ്പൊ നിന്റെ അടുത്ത് പറഞ്ഞത്. അവിടെ എത്തിച്ചു, അദ്ദേഹം അവിടെ വന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് കാണാം അദ്ദേഹത്തിന്, കാരണം നീ അദ്ദേഹത്തെ കാണാൻ യോഗ്യനല്ല. ഇനി വരാൻ പോകുന്നത് അവൻ എന്താണ് ആഗ്രഹിച്ചത്? ഈ ആർമി ചീഫ് എന്ന് പറയുന്ന അസീം മുനീർ ആഗ്രഹിച്ചത് ടോപ്പിൾ ദ ഗവൺമെന്റ് ആൻഡ് ടേക്ക് ഓവർ ദ മിലിറ്ററി റൂൾ എന്നുള്ളതായിരുന്നു. ഇത് ഒരു സ്വേച്ഛാധിപതിയുടെ മൈൻഡ് സെറ്റാണ്. ഇതുപോലെ ഒരുത്തനായിരുന്നു മുഷറഫ്, അതുപോലെ തന്നെയായിരുന്നു യാഹ്യ ഖാൻ മുന്നേ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് സിയാഉൾ-ഹക്ക്. ഇതുപോലുള്ള 3-4 വളരെ സ്വേച്ഛാധിപതികളായിരുന്നു ആർമി ചീഫുകൾ. അവരെല്ലാ സമയത്തും എന്തെങ്കിലും ചെയ്തിട്ട് ആ ഗവൺമെന്റിനെ ടോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മുഷറഫ് ചെയ്തെന്താണ്? ഒരു കാർഗിൽ യുദ്ധം ഉണ്ടാക്കി അതിന്റെ പിറകിൽ മറയും പിടിച്ചിട്ട് നേരെ നിങ്ങളെ ഗവൺമെന്റ് ശരിയല്ല, നിങ്ങൾ മാറിയിട്ട് ഞങ്ങൾ എടുക്കട്ടെ എന്നുള്ളത്. അതുപോലെ ഇവൻ വിചാരിച്ചു ഇതുപോലൊന്നും സംഭവം ചെയ്തിട്ട് പാകിസ്ഥാനി ജനങ്ങളും ആ ബോർഡറിലും POK-യിലുള്ളവരൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാലും ഞാൻ അതിന്റെ പേരും പറഞ്ഞ് ഈ ഗവൺമെന്റിനെ ടോപ്പ് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ കയറി നിന്നിട്ട് യെസ് ദ മാർഷൽ ലോ ഐ എം ഡിക്ലെയറിംഗ്. കാരണം ഈ മനുഷ്യനെ കുറിച്ച് കേട്ടിരിക്കുന്നത്, ഇയാളുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഏതെങ്കിലും ആ ആർമി കമാൻഡർ ലെവലിലുള്ള കോൺഫറൻസിൽ പോലും, ആർമി കമാൻഡർ ലെവൽ എന്നൊക്കെ പറയുന്നത് വെച്ചാൽ എല്ലാവരും ലെഫ്റ്റനന്റ് ജനറൽ ആയിരിക്കും, വളരെ സീനിയർ മോസ്റ്റ് ആളുകൾ, 1-2 കോഴ്സിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കുള്ള മാറ്റങ്ങളെ ഉണ്ടാവും. അപ്പൊ എല്ലാം ഏകദേശം സീനിയറിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരേ ലെവലാണ്. അങ്ങനെയുള്ളവര് ഒരു ആർമി കമാൻഡർ കോൺഫറൻസ് നടക്കുന്ന സമയത്ത് ആർമി കമാൻഡറിന്റെ വാക്ക് ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫ് അടക്കം കേൾക്കും, അവരുടെ സജഷൻസ്. പക്ഷെ ഇവൻ അങ്ങനെ അല്ലായിരുന്നു. എന്തെങ്കിലും ഒരു സജഷൻ ഈ മനുഷ്യന് ശരിയല്ലാത്താണെങ്കിൽ ഈസ് ടു വാക്ക് ഔട്ട്. ഇവിടെ കുറെ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടല്ലോ, എന്തെങ്കിലും തിരിച്ചൊന്ന് ചോദിച്ചാൽ ഇറങ്ങി അങ്ങ് പോകുന്നത്. അതുപോലുള്ള ഒരു നേതാവായിരുന്നു ഇവൻ. അപ്പം അവന് കിട്ടിയിട്ടുള്ള പണി എന്ന് പറയുന്നത് ഇതുപോലെ, ഇനി നീ ജനങ്ങൾ മുഴുവൻ ഇളകി, പട്ടാളക്കാർ മുഴുവൻ ഇളകിയിരിക്കുന്നു. പട്ടാളം ഇളകിയിരിക്കുന്നത് കൊണ്ട് എന്തായി? പട്ടാളത്തിന്റെ ഉള്ളിൽ തന്നെ ഈ മനുഷ്യന് അഗൻസ്റ്റ് ആയിട്ടുള്ള ഒപ്പോസിഷൻ വന്നു. ഇനിയിപ്പോ ഇത് സീസ് ഫയറും കൂടെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബ്ലി അത് ഇത്ര പെട്ടെന്ന് നടക്കില്ല. കാരണം വെച്ചാൽ അയാളിപ്പം ചീഫാണ്. ആദ്യം അയാളെ ടോപ്പ് ചെയ്തിട്ട് പുറത്താക്കിയിട്ട് അത് നടക്കുന്നതായിരിക്കും അതേ പക്ഷം. അങ്ങനെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ ഇമ്രാൻഖാനെ പോലെയും അല്ലെങ്കിൽ അവിടുത്തെ പ്രൈം മിനിസ്റ്റർമാരെയൊക്കെ ഇതുപോലെയൊക്കെ ജയിലിലിട്ടിട്ടുണ്ട്. ഈ ഒരുപക്ഷെ ഈ വ്യക്തിയും അത് അനുഭവിക്കാൻ പോവാണ്. അല്ല, ഞാൻ കരുതിയത് ഈ സംഘർഷം ഒരു 2-3 ദിവസത്തേക്ക് കൂടി നീണ്ടു നിൽക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ POK നമ്മുടെ കയ്യിലായേനെ. അതുപോലെ ബലോച്ചികളുടെ പ്രതീക്ഷ ഉണ്ടല്ലോ, അല്ലേ? അതും സഫലമായേനെ എന്നാണ് ഞാൻ കരുതിയത്. ഇല്ല, ബലൂച്ചികളുടെ ആഗ്രഹവും പ്രതീക്ഷയും എല്ലാം സഫലമായി കഴിഞ്ഞിരിക്കുന്നു. ഈ 3 ദിവസം അവർക്ക് ആ ഏരിയ ഫുള്ളായിട്ട് കൺട്രോളിന് കിട്ടി. ഇനി അവന്മാർ അവിടെ പോയിട്ട് കയറാൻ പറ്റില്ല. അതിന് മുന്നേ അവന്മാരെല്ലാം അവരുടേതായിട്ടുള്ള ബലം അവിടെ ബേസ് അവിടെ ഉണ്ടാക്കി. രണ്ടാമത് അനിൽ ചോദിച്ചൊരു കാര്യമുണ്ട്, POK നമുക്ക് എടുക്കാമായിരുന്നു.
മോനെ വെറുതെ ഈ ഒരു തലവേദന എടുത്തിട്ട് തലയിൽ വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പറയുന്നത് കേൾക്കും. ബിക്കോസ് ഈ ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് എന്ത് തന്നെയായാലും ശരി, അവന്റെ എല്ലാം മൈൻഡ് സെറ്റ് പാകിസ്ഥാനി എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് അവൻ ഇരിക്കുന്നത്. പക്ഷെ പാവങ്ങളാണ് അവര്. നമ്മൾ എടുത്തു കഴിഞ്ഞാലും അവരെ എടുക്കാതെ തന്നെ അവരുടെ കംപ്ലീറ്റ് മൈൻഡും എല്ലാം ഇപ്പൊ നമ്മളോട് ചേർന്ന് നിൽക്കുകയാണ്. ഇന്ത്യയോടുള്ള സഹതാപമുള്ളവരാണ്. കാരണം ഇതെന്തെങ്കിലും ഇനിയും ഈ മിലിറ്ററി ക്യാമ്പുകളും വല്ലതും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചാരന്മാരുണ്ട് അവിടെ. ഈ POKയിലെല്ലാം നമുക്ക് ഇഷ്ടംപോലെ ചാരന്മാരുണ്ട്. അവർ ഇൻഫർമേഷൻ തരും. ഇനി എവിടെ അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഇതിന്റെ എല്ലാം ഇൻഫർമേഷൻ കിട്ടുന്നത്? ഏത് ക്യാമ്പില് മൗലാന മസൂദ് അവിടെ എവിടെയുണ്ട്, മറ്റിടത്ത് അസീം എവിടെയുണ്ട്, ഈ റിപ്പോർട്ടുകൾ മുഴുവൻ കിട്ടുന്ന ഈ POKയിൽ ഇരിക്കുന്ന നമ്മുടെ ചാരന്മാരെ കൊണ്ടാണത്. അപ്പം അതവിടെ ഇരുന്നോട്ടെ. നമുക്കിപ്പോ POK പിടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് ഏത് കഴിഞ്ഞാലും അത് ഇന്നല്ലെങ്കിൽ നാളെ ഇവരെല്ലാരും കൂടെ ഇങ്ങനെ പോരും. 4 ദിവസം കൂടെ യുദ്ധം പോയിരുന്നെങ്കിൽ അതിന്റെ പറഞ്ഞ പോലെ ഒന്നും സംഭവിക്കുമായിരുന്നു. പാകിസ്ഥാന്റെ ഒരുവിധം ഏരിയ എല്ലാം നമ്മുടെ കയ്യിലിങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം നമ്മൾ ഒരു പ്രാവശ്യം ഈ ആക്ട് ഓഫ് വാറിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ തിരിച്ചുവരവുണ്ടാവില്ല. നമ്മൾ എല്ലാ സമയങ്ങളിലും പോയി അഡ്വാൻസ് ചെയ്ത് പോയി അകത്തോട്ട് കയറി തിരിച്ചു വരലായിരുന്നു. പക്ഷെ ഈ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ, വാജ്പേയി ഗവൺമെന്റ് ഭരിക്കുമ്പോൾ, ഇവിടെ ഏതോ ഒരു വിദഗ്ധനാണെന്നും പറഞ്ഞ ഒരാൾ പോയിരുന്ന് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു ഒരു സ്ഥലത്ത്. വാജ്പേയി ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്തുള്ള കാർഗിൽ യുദ്ധത്തിൽ അവിടെ നമ്മൾ പോയി ടിക്കറ്റുകൾ പിടിച്ചു തിരിച്ചു വന്നു എന്നുള്ളത്. ഇന്നോ ടിക്കറ്റ് പിടിച്ചിട്ട് നമ്മൾ പിന്നെ അകത്തോട്ട് കയറിയിരിക്കുന്നു. ബിക്കോസ് ഞാൻ ആ കാർഗിൽ 96 മിലിറ്ററി ഇന്റലിജൻസിൽ ഇരുന്നാണ്. എനിക്കറിയാം ഏതൊക്കെ സ്ഥലങ്ങളിലായിരുന്നു ഈ പാകിസ്ഥാനി പോസ്റ്റുകളുള്ളത്. ആ പോസ്റ്റുകൾ കാരണം നമുക്ക് ഈ കാർഗിൽ ടു ദ്രാസ് വരെ പോകുന്ന റോഡ് 60 കിലോമീറ്ററോളം റോഡിൽ പല സ്ഥലങ്ങളിലും ഷെല്ലിംഗ് വരുമായിരുന്നു. കാരണം അന്ന് ഈ പാകിസ്ഥാനീസ് ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് നമ്മുടെ റോഡ് കാണാമായിരുന്നു. ഇപ്പോ അതിനോ നമ്മുടെ ഇന്ത്യക്കാർ ആര് പോയി കഴിഞ്ഞാലും വളരെ സുഗമമായിട്ട് അവിടെ പോവാം. കാരണം വെച്ചാൽ പണ്ടിന് നിൽക്കുന്ന പോസ്റ്റിൽ നിന്ന് ഇവന്മാരെ എല്ലാം ഈ 91 ആ കാർഗിൽ യുദ്ധത്തിന്റെ സമയത്ത് പിടിച്ച് പുറകിലോട്ട് തള്ളിയത് കൊണ്ട് ഇപ്പൊ അവരിയ്ക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ റോഡ് കാണാൻ പറ്റില്ല. അപ്പൊ അത്രയും സ്ഥലം നമ്മൾ പിടിച്ചെടുത്തിരിക്കുന്നു. അത് വാജ്പേയി സാഹ് പറഞ്ഞാണ്, നിങ്ങൾ നിൽക്കുന്ന സ്ഥലം അത് നിങ്ങളുടെ മണ്ണാണ്, അവിടെ നാട്ടിക്കോ കൊടി എന്നിട്ട് പറഞ്ഞേക്ക് ജയഹിന്ദ്. ഇതാണ് ഞാൻ എന്റെ പടത്തിലും രവിയേട്ടാ. പക്ഷേ എൻ്റെ രക്തം തിളച്ചുകൊണ്ടേയിരിക്കും പഹൽഗാമിലെ ഭീകരവാദികളെ ജീവനോടെ പിടിക്കുന്നത് വരെ. സമ്മതിച്ചു. അതെല്ലാവരും ഏതൊരു ഇന്ത്യക്കാരനും ഇന്ത്യയെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും മനസ്സിനകത്തുള്ളതാണ്. അത് ഡെഫിനറ്റ് ആയിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നടക്കും. കാരണം അവന്മാർക്ക് ഈ സ്ഥലം വിട്ട് പോകാൻ സാധിക്കില്ല. ഇന്ന് പഴയ കാലന്മാരെല്ല കാട്ടിന്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇന്ന് ഏത് കാടാണെങ്കിലും ശരി, ഡ്രോൺസ് അവരുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം അവൻ എയറിൽ കയറി നിന്ന് കഴിഞ്ഞാൽ അവന്റെ ഒബ്സർവേഷൻ ഒരു സെക്കൻഡ് പോലും കണ്ണ് ചിമ്മാതെ ഒബ്സർവേഷൻ ചെയ്ത് ഏത് മൂവ്മെന്റും പിടിച്ച് സ്പോട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ അവർ മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പക്ഷെ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ മൂവ് ചെയ്താണ് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇത് കയ്യിൽ വരാതിരിക്കില്ല. ഓരോ ഇന്ത്യന്റെയും ആഗ്രഹപ്രകാരം, ഓരോ സിന്ദൂരം നെറ്റിയിൽ നിന്ന് മാഞ്ഞു പോയിട്ടുള്ള നമ്മുടെ സഹോദരിമാരുടെ ആഗ്രഹപ്രകാരം അവന്മാർ തിരിച്ചു വരും. അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആ തോക്കെടുത്തുകൊണ്ട് അവരുടെ ഭർത്താക്കന്മാരെ വെടിവെച്ചു കൊല്ലുമ്പോൾ, അച്ഛന്മാരെ വെടിവെച്ചു കൊല്ലുന്ന സമയത്ത്, മുത്തച്ഛന്മാരെ വെടിവെച്ചു കൊല്ലുന്ന സമയത്ത് ഞാൻ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഒരു 3-4 ദിവസം മുന്നേ ഞാൻ നമ്മുടെ രാമേന്ദ്രേട്ടന്റെ മകളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. രവേട്ട, ഈ എന്റെ കുട്ടികൾ ഒരിക്കലും പട്ടാളത്തിൽ ചേരണമെന്ന് വിചാരിച്ചവരല്ല. ഞാൻ എപ്പോഴും പറയും പട്ടാളത്തിൽ ചേരണമെന്ന്. ദുബായിലാണ് പഠിച്ചിരുന്നത്. പക്ഷെ ഇന്നലെ മിനിഞ്ഞാന്ന് അവര് രാത്രി കിടക്കുന്ന സമയത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മ ഞങ്ങൾക്ക് പട്ടാളത്തിൽ ചേരണം. കാരണം എന്താണെന്നറിയോ? അവിടെ കിടത്തിയിട്ട് ഒരടിക്ക് ഡിസ്റ്റൻസിലാണ് തന്റെ മുത്തച്ഛനെ വെടിവെച്ച് കൊന്നിരിക്കുന്നത്. അതാ കുട്ടിയുടെ മനസ്സിൽ കയറിയിരിക്കുന്നു. അതിന്റെ ട്രോമ ആ കുട്ടികളെ ധൈര്യമായിട്ട് എടുത്തുകൊണ്ടാണ് ഞാൻ പട്ടാളത്തിൽ ചേരണമെന്ന് പറയുന്നത്. എങ്കിലും അതൊരു കുട്ടി മനസ്സാണത്. ആ മനസ്സിനകത്ത് ഇപ്പോഴും ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അവൻ ഞെട്ടി ഉണരും. കാരണം അത്രയും വലിയ ട്രോമ കൊടുത്ത ഈ 4 പേര്, നമ്മുടെ ഇത്രയും ആൾക്കാരുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ അവന്മാര് വെറുതെ പോവില്ല. അവന്മാരെ കൈ കിട്ടിക്കഴിഞ്ഞ് ഈ രാജ്യം, ഈ ഗവൺമെന്റ് ഭരിക്കുന്നുണ്ടെങ്കിൽ അവനെ കസവനെ തൂക്കിക്കൊന്ന പോലെ അധിക കാലമൊന്നും വിചാരണയ്ക്ക് വെക്കില്ല. പെട്ടെന്നായിരിക്കും വിചാരണകളും കാര്യങ്ങളും എല്ലാം. അല്ല, എന്തായാലും ജയിലിലാക്കി മട്ടണും ചിക്കനൊന്നും കൊടുക്കരുത്. അവര് കൊഴുത്തിറങ്ങരുത്. അതിനു മുമ്പ് ഷോർട്ടഡ് സൈറ്റ് ആയിരിക്കണം. അതന്നെയല്ലേ പറഞ്ഞത്. അതിപ്പോ പട്ടാളക്കാരുടെ കയ്യിൽ കിട്ടി അവര് വെറുതെ വിടുക. അവര് നിങ്ങളെക്കാൾ കൂടെ വീറും ഭാഷയായിട്ട് നിൽക്കുന്ന മനുഷ്യർ അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പലരും നാളെ കണ്ടില്ലേ ഒരു സൈഡിൽ ഓടിപ്പോയതിന്. അത് കാരണം പട്ടാളക്കാർ അനുഭവിക്കുന്ന പോലുള്ള അനുഭവം നിങ്ങൾ ആരും അനുഭവിക്കുന്നില്ല. കാരണം അവർ ഈ ഇന്നലെയൊക്കെ ഓരോരുത്തന്മാരുടെയൊക്കെ ഇത് 16 കിലോമീറ്റർ ഒക്കെ നടന്നിട്ടാണ് ഇവിടുന്ന് ചാപ്പാട് എടുത്തുള്ളത്. കാരണം ഇത് അത്രയും
അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇരിക്കുകയാണ്. താഴ്ത്തുന്ന വെള്ളം പോലും കൊണ്ടുപോയിട്ട്. അപ്പൊ ആ പട്ടാളക്കാരന്റെ കഷ്ടപ്പാട് വെറും മഞ്ഞിലും വെയിലും നിന്നു എന്നുള്ളതല്ല. ആ മഞ്ഞത്ത് നിൽക്കുന്ന സമയത്ത് അവന് ഭക്ഷണം വേണമെങ്കിൽ അവൻ ഇത്രയും കിലോമീറ്റർ താഴ്ത്ത് നടന്നു വന്ന് എടുത്തോണ്ട് പോണത്. അവിടെ എല്ലാം മറ്റേ ക്രെയിനും അല്ലെങ്കിൽ എയർവേസ് ഒന്നും ഇല്ല. അപ്പൊ ഒരു പട്ടാളക്കാരന്റെ ലൈഫില് ഇതുപോലുള്ള അവൻ കാണാണ്. ഇവൻ കാരണമല്ലേ എന്റെ ജനങ്ങൾ കഷ്ടപ്പെട്ടത്. അവന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ആദ്യം വെറുതെ വിടില്ല. ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൈ കിട്ടില്ല. ബിക്കോസ് നമുക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിലും പെരുമാറും. അവിടെ പിന്നെ in the war there is everything is fair and love. I mean everything is fair in the war and love എന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നെയാണ്. കൊല്ലേണ്ടവനെ കൊന്നിരിക്കും. പക്ഷെ എവിടെയും ഇവരൊന്നും രക്ഷപ്പെട്ടു പോകുന്നില്ല എനിക്ക് തോന്നുന്നില്ല. ഇന്ന് നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ രാജ്യത്തിന്റെ തല അങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 56 ഇഞ്ച് നെഞ്ചും പിരിച്ചുകൊണ്ട് തന്നെയാണ് രാജ്യം നിൽക്കുന്നത്. അതിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന 56 ഇഞ്ച് എന്നുള്ള സംശയം ഉണ്ടായിരുന്നു പലർക്കും. ഇത് 56 അല്ല മക്കള്, ഇത് നല്ല ഇഞ്ച് സൈസ് കുറച്ച് കൂടുതലാണ്. അതാണ് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അവരെ കൊണ്ട് മുട്ടുകുത്തിപ്പിച്ചു. എന്നിട്ടും നമുക്ക് ഇവിടുന്ന് ഒരാൾ പോലും നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് പോയിട്ടില്ല. അതില്ലാതെ തന്നെ അവന്മാരെ ഇത്രയും ചെയ്യാമെങ്കിൽ നമ്മൾ ബോർഡർ ഒന്ന് ക്രോസ് ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾ എല്ലാവരും. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ you all can be very proud of what our country has done. Diplomatical, military wise, എല്ലാ രീതിയിലും 14 ദിവസത്തെ പ്ലാനിങ്ങും ആ 14 ദിവസത്തിന്റെ അടിയും ചേർന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു യുദ്ധം പ്ലാനിങ് ചെയ്യുന്നത്. അത് 14 ദിവസം നമുക്ക് സാധിച്ചുവെങ്കിൽ നമ്മുടെ കേപ്പബിലിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കാം. പാകിസ്ഥാൻ ചിന്തിക്കുക പോലും ചെയ്യാൻ പറ്റിയില്ല. എവിടെയാണ് അടി വന്നത്? അത് കഴിഞ്ഞിട്ട് മൗലാന മസൂദിന്റെ ഫാമിലി അവനിരുന്ന് കരയുന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ടു. അവൻ സോ ഹാപ്പി. കാരണം എടാ നീ പറഞ്ഞയച്ചിട്ടുള്ള ആ 4 പേര് ഇവിടെ ഇന്ന് ഞങ്ങളുടെ പെങ്ങന്മാരുടെ സിന്ദൂരം മായ്ച്ചു കളയുന്ന സമയത്ത് അവരിരുന്ന് കരഞ്ഞല്ലോ. ആ കരച്ചിൽ നീ കണ്ടില്ലടാ. ഇപ്പൊ നിന്റെ 12 എണ്ണം ചത്തുപോയപ്പോ, ചത്തു എന്ന് തന്നെ പറയുന്നു, ചത്തുപോയപ്പോ നിനക്ക് കരച്ചിൽ വരുന്നില്ല. അപ്പൊ നിന്റെ മനസ്സിനകത്ത് മനുഷ്യത്വം ഉണ്ടോ? കുറച്ച് ഉണ്ടെങ്കിൽ വന്ന് സറണ്ടർ ചെയ്യടാ. ചെയ്ത തെറ്റിന് മാപ്പി ചോദിക്ക്. എങ്കിലെങ്കിലും നീ സ്വർഗത്ത് പോവും. അല്ലെങ്കിൽ നീയാണോ വിചാരിക്കുന്നത് നീ സ്വർഗത്ത് പോകുന്നത്? ഒരിക്കലും ഇല്ല മോനെ. നിന്റെ അന്ത്യം എന്ന് പറഞ്ഞാൽ ഭീകരമായിരിക്കും. നിന്റെ അനിയൻ മനുഷ്യ കിടക്കുന്ന കണ്ടില്ലായിരുന്നോ? തലയെല്ലാം പൊട്ടിച്ചതറി ഒരു വഴിയായിട്ട്. കരയണം. നീ ഇതെല്ലാം കണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കണം. കാരണം അത്രയും മനസ്സ്. നീ ഇവിടെ നിങ്ങൾ 26 പേരെ കൊന്നുമായിരിക്കും. പക്ഷെ എത്ര ഇന്ത്യക്കാർ കരഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. ആരും അറിയാതെ എത്രയോ ആളുകൾ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഞാൻ കരഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയുടെ ഇരിപ്പ് കണ്ടിട്ടുള്ള ഒരു ഫോട്ടോ കണ്ടിട്ട് ഹാഫിസ് സയ്യിദിന്റെ മുൻ അംഗരക്ഷകൻ ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു എക്സിലെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് രവിയുടെ കണ്ടോ? അത് ഹാഫിസ് സയ്യിദിന്റെ മുൻ അംഗരക്ഷകൻ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് പോകണമെന്ന് തീരുമാനിച്ച ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വീണ് അങ്ങനെ അവിടെ എത്തിയതാണ്. പുള്ളി അവസാനം ഇറങ്ങിയത് ഇദ്ദേഹത്തിന്റെ ഒരു അന്ത്യം, ദയനീയമായിട്ടുള്ള അന്ത്യം എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ടാണ് അവസാനം ആ കുറിപ്പ് നിർത്തുന്നത്. അപ്പോൾ കൂടെ നടക്കുന്നവർക്ക് പോലും മനസ്സിലായി അത്രയും ഉഗ്രവിഷമുള്ള മൂർഖന്മാരാണ് ഇവർ എന്ന്, അല്ലേ? അതുകൊണ്ട് ആത്യന്തികമായി ഈ ഭീകരവാദത്തിന് ഒരു അവസാനം ഉണ്ടാവട്ടെ. ഇവനൊക്കെ എന്തെങ്കിലും ഒരു റിയലൈസേഷൻ ഉണ്ടാവട്ടെ. ഈ ഇതെല്ലാം ഇപ്പൊ അൽഖയ്ദ ഇവരൊക്കെ എവിടെ പോയി? ഇവൻ ഈ സിറിയയിലും സുഡാനിലും അവിടെ ഇവിടെയൊക്കെ കാട്ടിക്കൂട്ടി, അമേരിക്കയിലെല്ലാം കാട്ടിക്കൂട്ടിട്ട് ഇവന്റെയൊക്കെ അന്ത്യം ഭീകരമാണ്. കാരണം എത്ര പാവപ്പെട്ട, ഈവൻ നമ്മുടെ കേരളത്തിൽ നടക്കാൻ കുട്ടികളെ പോയിട്ട് അവിടെ മാറ്റിയിട്ടില്ലേ? ഇവർ ഈ പ്രസംഗിച്ചിട്ട് ഇതുപോലെ തല പുണ്ണാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവസാനം ആ കുട്ടികൾക്ക് തിരിച്ചു വരാൻ പറ്റാതെ നിന്ന് കരയുന്നതും മരിച്ചു പോകുന്നതും നമ്മൾ കാണുന്നില്ല. അവന് ജന്മം കൊടുത്തിട്ടുള്ള അച്ഛനമ്മമാർ ഇവിടെ കിടന്ന് കരയാണ്. കാരണം അവർക്കൊന്നും തുറന്ന് കരയാൻ പോലും പറ്റില്ല. മകൻ ചെയ്ത് തെറ്റാണെന്നുള്ള പബ്ലിക് അറിഞ്ഞാൽ അവരെപ്പോലും ഈ സമൂഹം മാറ്റി പറയും. അതുകൊണ്ട് എന്താണ്, അടക്കി ഒതുക്കി റൂമിലിരുന്ന് കരയും. എന്റെ മോനെ നീ ഇത് ചെയ്തല്ലോ എന്ന് പറയും. അങ്ങനെയുള്ള എത്രയോ ഉമ്മമാരും വാപ്പമാരും ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിനെല്ലാം കാരണം ഇതുപോലുള്ള തലതിരിഞ്ഞ സാധനങ്ങൾ. അപ്പൊ ഇവന്റെ എല്ലാം അന്ത്യം എന്ന് പറയുന്നത് അത് വളരെ ഭീകരമായിരിക്കും. ഞാൻ വിചാരിച്ചതല്ലേ ഞാൻ പറഞ്ഞു, ഒരു 3-4 ദിവസം 5 ദിവസം എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലുള്ള ക്യാമ്പുകൾ മുഴുവൻ ഇനി ഒരു 21 ക്യാമ്പ് കൂടെ ബാക്കിയുണ്ട്. അപ്പൊ അതും കൂടെ ഒന്നങ്ങ് നിരത്തിയിട്ട് സീസ്ഫയർ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട് എനിക്ക്. പക്ഷെ നമുക്ക് എന്തായാലും താമസിയാതെ അത് പ്രത്യാശിക്കാം.